ഹായ് ഫോക്സ്. ഈ ചാനലിലെ ഓർഡർ ബ്ലോക്കിനെ കുറിച്ചുള്ള ഫസ്റ്റ് വീഡിയോ ആണിത്. നിങ്ങൾ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് പാറ്റേൺ യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നവർക്ക് ഞാൻ ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് ഓർഡർ ബ്ലോക്ക് ഈ ഒരു ഒറ്റ വീഡിയോയിൽ മാക്സിമം ക്ലിയർ ആവും. നിങ്ങൾ ഈ ഒരു പാറ്റേൺ ബേസ്ഡ് ട്രേഡിങ്ങും ലൈക്ക് ആ ഒരു ഇതിൽ തന്നെ മുന്നോട്ട് പോകാതെ നിങ്ങൾ ഈ ഒരു ലോജിക് അപ്ലൈ ചെയ്ത് ഓർഡർ ബ്ലോക്സ് ഐഡന്റിഫൈ ചെയ്ത് മുന്നോട്ട് പോകാൻ നോക്കുക. സോ ഈ ഒരു ഏരിയ നിങ്ങൾ SMT-യുടെ വീഡിയോസ് കണ്ടവർക്ക് ഈ ഒരു പ്ലേസ് അറിയാമായിരിക്കും. പക്ഷെ ഞാൻ ലൈക്ക് ഇതൊരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് എടുക്കുവാണ്. അത് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് എടുക്കാനായിട്ട് ഒരുപാട് കാരണമുണ്ട്. ഞാൻ ആ ഒരു റീസൺ പെട്ടെന്ന് നോട്ടീസ് പോകാം. SMT-യുടെ വീഡിയോസ് കണ്ടവർക്ക് ഇതറിയാം. നമുക്ക് ഇതൊരു പ്രീവിയസ് വീക്കിന്റെ ഫ്രൈഡേ ഹൈ ആയിരുന്നു. ആ ഒരു ലിക്വിഡിറ്റി എടുത്തു. നമ്മുടെ ESR ലിക്വിഡിറ്റി എടുത്തില്ല. നമുക്കൊരു SMT ഫോമായി, നമുക്ക് മൈനർ ഇന്റേണൽ SMTs ഫോമായി. ഗ്യാപ്പ്, ബ്രേക്കർ, ഗ്യാപ്പ്, ഇതൊരു ബ്രേക്കർ ആണ്. ഇവിടെ നമുക്ക് സെൽ പ്ലേസ് ചെയ്യാമായിരുന്നു. സെല്ല് പ്ലേസ് ചെയ്ത് നമുക്ക് താഴോട്ട് ലൈക്ക് ഈ ലോയും ഈ ലോസും നമുക്ക് 9:30 ഓപ്പണിംഗ് നമുക്ക് ടാർഗറ്റ് ചെയ്യാമായിരുന്നു. പക്ഷെ പ്രൈസ് അവിടെ പോയില്ല. കാരണം നമുക്ക് ES-ഉം പോയിട്ടില്ല. പക്ഷെ നമുക്ക് നമ്മുടെ YM പോയി. സോ അതൊരു ക്രാക്ക് ഇൻ കോറിലേഷൻ ആണ്. ഇതാണ് ശരിക്കുള്ള SMT. SMT-യുടെ ട്രേഡ് ഇവിടെ ഫോം ആയി. പക്ഷെ ഫോം ആയത് YM-ലാണ്. നിങ്ങൾക്ക് ഇതിന്റെ കൂടുതൽ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആ ഒരു SMT-യുടെ വീഡിയോ കണ്ടാൽ മതി. സോ ഈ വീഡിയോ പ്യൂർലി ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി CISD-ക്ക് വേണ്ടിയുള്ളതാണ്. സോ നിങ്ങളപ്പോ ഇവിടെ കണ്ടു. അതിനുശേഷം ഞാൻ കഴിഞ്ഞ വീഡിയോ നിർത്തിയിരുന്നത് നമ്മുടെ YM നമ്മുടെ ടാർഗറ്റ്സ് അച്ചീവ് ചെയ്തു. ഇനി നമ്മുടെ ഈ ട്രേഡ് ബെയറിഷ് അല്ല. നമ്മൾ ഈ ട്രേഡിന് ബെയറിഷ് നോക്കരുത്. നമ്മുടെ ആ ഒരു എക്സ്റ്റേണൽ റേഞ്ച് ടു ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞു. ഇനി അപ്പം നമ്മുടെ നമ്മൾ ആ ഒരു സെൽ ട്രേഡ് കഴിഞ്ഞു. നമുക്ക് പിന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. ഓക്കെ, സോ അല്ലെങ്കിൽ പിന്നെ കണ്ടിന്യൂഷൻ ആയിരിക്കും. പക്ഷെ നമുക്ക് കണ്ടിന്യൂഷൻ ഉള്ള സിമ്പിൾസ് ഒന്നും കിട്ടിയില്ലായിരുന്നു. ഒരു സ്ട്രോങ് ഡിസ്പ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കണ്ടില്ല. സോ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു കൺക്ലൂഷൻ നിങ്ങൾക്ക് ഓൾറെഡി മൈൻഡിൽ ഇരിക്കുമ്പം ഓക്കെ ഫൈൻ, നിങ്ങൾക്ക് ആ ഒരു YM-ന്റെ ട്രേഡ് മിസ്സായി പോയി, നിങ്ങൾക്ക് ആ ഒരു ട്രേഡ് കിട്ടിയില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ നോക്കുമ്പോൾ നടക്കുന്നത് വെച്ചാൽ പ്രൈസ് താഴേക്ക് പോകുന്നു. അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നത് ഓ വാവ്, ഇതിപ്പം ആ സെൽ ട്രേഡ് വർക്ക് ആവും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഒരിക്കലും ലൈക് മാർക്കറ്റ്സ് റൺ ആവുന്ന ആൽഗോരിതത്തിന്റെ ബേസിലാണ്. അപ്പൊ ഒരിക്കലും കമ്പ്യൂട്ടർ ആൽഗോരിതത്തിന് മിസ്റ്റേക്ക് പറ്റത്തില്ല. ഓക്കെ ഗൈസ്, സോ ആ ഒരു സെറ്റ് ഓഫ് റൂൾസ് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് SMT-യുടെ വീഡിയോയിൽ. അപ്പൊ ആ ഒരു SMT-യുടെ വീഡിയോ നിങ്ങളുടെ മൈൻഡിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ നോക്കണമെന്ന് വെച്ചാൽ പ്രൈസ് ഡ്രോപ്പ് ആവുന്നു. അപ്പൊ നിങ്ങൾക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലിക്വിഡിറ്റി ആണ്. പക്ഷെ ആ ഒരു ലിക്വിഡിറ്റി നമ്മുടെ YM ഓൾറെഡി എടുത്തു കഴിഞ്ഞു. പക്ഷെ നമുക്ക് ഈ ഒരു പ്രൈസിലേക്ക് നമുക്ക് ലിക്വിഡിറ്റി എടുക്കാനായിട്ട് എക്സ്പെക്ട് ചെയ്യാം. പക്ഷെ നമ്മുടെ YM അത് ഓൾറെഡി എടുത്തു കഴിഞ്ഞു. അപ്പൊ നമുക്ക് നാസ്ഡാക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഈ ലിക്വിഡിറ്റി പോയിന്റ് എത്ര മണിക്കാണ്? 10:44-നാണ്. 10:44-ന് ലിക്വിഡിറ്റി നമ്മുടെ ES-ഉം എടുത്തു കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇതിപ്പോ ഡ്രോപ്പ് ആകുമ്പോൾ നമുക്ക് നമ്മുടെ ഈ ലിക്വിഡിറ്റി എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് നിയറസ്റ്റ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഗ്യാപ്പ് ആണ്. നമുക്ക് 2 ഫെയർ വാല്യൂ ഗ്യാപ്പ് വന്നാൽ നമ്മൾ അത് രണ്ടാമത്തെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ആണ് എടുക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ വന്നു. അപ്പം ആ ഒരു എക്സാക്ട് പോയിന്റ് ഓഫ് ടൈമിൽ ആ ഒരു 11:21-ന്റെ ക്യാൻഡിലിൽ 11:20-യുടെ ക്യാൻഡിൽ ആ കറക്റ്റ് 11:20-യുടെ ക്യാൻഡിലിൽ ES-ന്റെ ലിക്വിഡിറ്റി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ എത്തി. നമുക്ക് നാസ്ഡാക്ക് നമ്മുടെ ഗ്യാപ്പ് എന്നുള്ള ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ എത്തി. നമുക്ക് ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ SMT ഫോം ആയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ട്രേഡ് ഫ്രെയിം ചെയ്ത് കൊണ്ടുവരുന്നത്. നമുക്ക് ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ SMT ഫോം ആയിട്ടുണ്ട്. ഓക്കെ, ആ ഒരു സെയിം SMT നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. ഇങ്ങനെയാണ് SMTs ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ ഫൈൻ, SMTs ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അടുത്ത് നമുക്ക് എന്താ വേണ്ടത്? അപ്പൊ ഇനി നമ്മൾ വേണ്ടത് വെച്ചാൽ നമുക്ക് പ്രൈസ് റിവേഴ്സലാണ്. അപ്പൊ നമുക്ക് റിവേഴ്സൽ രണ്ട് കാര്യത്തിൽ നടക്കാം. നിങ്ങൾക്കിപ്പം എന്റെ ലോജിക് ലൈക് മാർക്കറ്റ് മേക്കർ ലോജിക്കലി ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഇവിടെ ഇനിഷ്യൽ കൺസോൾട്ടേഷൻ ഉണ്ടായിരുന്നു. നിങ്ങൾ ആ ഒരു കൺസോൾട്ടേഷന്റെ കാര്യം ബോദർ ചെയ്യേണ്ട. പ്രൈസ് ബുള്ളിഷ് ആണെങ്കിൽ പ്രൈസ് ആദ്യം എങ്ങോട്ടാ പോവാറ്? പ്രൈസ് ബെയറിഷ് ആയിരിക്കും. പ്രൈസ് ബുള്ളിഷ് ആണെങ്കിൽ ഒരു ബൈ പ്രോഗ്രാമിൽ പ്രൈസ് ആദ്യം ബെയറിഷ് ആയിരിക്കും. നിങ്ങൾ അതാണ് മാനിപ്പുലേഷൻ. ബൈ പ്രോഗ്രാമിലെ സെൽ പ്രോഗ്രാം ആണ്, ബൈ പ്രോഗ്രാമിലെ ബെയറിഷ്നെസ് ആണ് മാനിപ്പുലേഷൻ. സോ ഈ ഒരു പ്രൈസിലേക്ക് മാനിപ്പുലേഷൻ ആണ്. ആ ഒരു മാനിപ്പുലേഷൻ വന്ന് നിന്നത് ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിലാണ്. ആ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ കൺഫർമേഷൻ SMT ആയിരുന്നു. അവിടെ നമുക്ക് റിവേഴ്സൽ നടക്കാനായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് CISD, ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി. ആ ഒരു ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി എവിടെ നടന്നത്? നമ്മുടെ ലാസ്റ്റ് ഡൗൺ ക്ലോസ് ക്യാൻഡിലിനെ പ്രൈസ് ഡിസ്പ്ലേസ് ചെയ്ത് പോയ ആ മൊമെന്റിലാണ് ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി അവിടെ നടന്നത്. ഓക്കെ, അല്ലാണ്ട് ഓർഡർ ബ്ലോക്ക് തിയറി എന്ന് പറയുന്ന തിയറി ഇതാണ്. പ്രൈസ് ആ ലാസ്റ്റ് ഡൗൺ ക്ലോസ് ക്യാൻഡിലിനെ ഡിസ്പ്ലേസ് ചെയ്തപ്പോഴാണ് ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി അവിടെ നടന്നത്. സോ നിങ്ങൾക്കപ്പം ഇത് ഞാൻ ചുമ്മാ ഒരു ഡൗൺ ക്ലോസ് ക്യാൻഡിലിന്റെ പ്രൈസ് ഡിസ്പ്ലേസ് ചെയ്ത് പോയപ്പോഴല്ല നടന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞ ഇത്രയും വേരിയബിൾസ് നിങ്ങൾക്ക് മൈൻഡിൽ വെക്കേണ്ട കാര്യമാണ്. ഞാൻ എന്തൊക്കെ നോക്കി? മാനിപ്പുലേഷൻ നോക്കി, അത് എന്റെ SMT-യിലാണ്. പിന്നീട് എനിക്ക് പ്രൈസ് മുകളിലോട്ട് പോകാനായിട്ട് എന്റെ കൺഫർമേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി ആണ്. ഓക്കെ,
എന്റെ ലാസ്റ്റ് ഡൗൺലോഡ് ക്യാൻഡിലിന് ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി ഒരു ഗ്രീൻ ക്യാൻഡിൽ ഡിസ്പ്ലേസ് ചെയ്ത് പോയി. ആ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഡിസ്പ്ലേസ് ചെയ്ത് പോയി. എനിക്ക് ആ ഒരു ഡിസ്പ്ലേസ്മെന്റിൽ എൻ്റർ ചെയ്യാം. ലൈക്ക് ഓർഡർ ബ്ലോക്കിൽ നിങ്ങൾ തിരിച്ച് പ്രൈസ് ആ ഓർഡർ ബ്ലോക്കിൽ ഒന്ന് തട്ടി തിരിച്ച് പോകുന്നൊന്നും വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. നിങ്ങൾക്ക് ആ ഒരു ഡിസ്പ്ലേസ്മെന്റിൽ ചെറിയൊരു ടാപ്പ് കിട്ടില്ല, നിങ്ങൾക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ബയാസ് സ്ട്രോങ് ആണ്, നിങ്ങൾക്ക് ആ ഒരു ഡിസ്പ്ലേസ്മെന്റിന്റെ ക്യാൻഡിൽ ക്ലോസ് ആവുന്ന ഉടനെ എൻ്റർ ചെയ്യാവുന്നതാണ്. ആ ഒരു പ്രൈസ് എവിടെയാണ് സ്റ്റോപ്പ് ആവാൻ പോകുന്നത്? നമ്മുടെ ഷോർട്ട് ടേം ലിക്വിഡിറ്റി ആയിട്ടുള്ള നമ്മുടെ ഒറിജിനൽ കൺസോൾട്ടേഷന്റെ ഹൈയിലാണ് ട്രേഡ് അവസാനിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കാണുമ്പോൾ വളരെ ചെറിയ ട്രേഡായിട്ട് തോന്നും, അത്യാവശ്യം നല്ല പോയിന്റ് തരുന്ന ട്രേഡ് തന്നെയാണ്. സോ ആ ഒരു ഷോർട്ട് ടേം ലിക്വിഡിറ്റി നമ്മുടെ പ്രൈസ് ഗ്രാബ് ചെയ്തു. പിന്നെയും പ്രൈസ് മുകളിലോട്ട് പോയി. പ്രത്യേകിച്ച് ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ടാപ്പ് ചെയ്തിട്ടില്ല. പ്രൈസ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ടാപ്പ് ചെയ്യാതെ തിരിച്ചിങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്ത് നടക്കുവാണ്. എന്നിട്ട് തിരിച്ച് നമ്മുടെ റേഞ്ച് വന്നു. സോ ഇതാണ് ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറിയും ഓർഡർ ബ്ലോക്ക് എന്ന് പറയാനുള്ളത്. ഇനി നമുക്ക് ഓർഡർ ബ്ലോക്കിന്റെ ഒരു ലെവൽ അപ്പുറം കൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ബൈ പ്രോഗ്രാമിൽ നമുക്ക് വന്നിട്ടിരിക്കുന്ന ഒരു ഓർഡർ ബ്ലോക്ക് ഈ ഒരു റെഡ് ക്യാൻഡിലാണ്. ആ ഒരു റെഡ് ക്യാൻഡിൽ നമ്മൾ മാർക്ക് ഔട്ട് ചെയ്യുവാണെങ്കിൽ ആ ഒരു റെഡ് ക്യാൻഡിലിനെ പ്രൈസ് ഒരു വട്ടം ടാപ്പ് ചെയ്തു, റാലി ചെയ്തു, ഒരു ഫൈനൽ പുഷും കൂടെ നടത്തി. അപ്പം ഇതാണ് നമ്മുടെ ഓർഡർ ബ്ലോക്ക് ബേസ്ഡ് എൻട്രി. നമ്മൾ ഒരു ബൈ പ്രോഗ്രാമിൽ ഉണ്ടാവുന്ന റെഡ് ക്യാൻഡിൽസിനെ നമ്മൾ എന്താ പറയാ, ഇപ്പൊ ഒരു സിനിമ, ഇപ്പൊ ഒരു ഡാൻസ്, ഒരു സിനിമയിൽ ഒരു മ്യൂസിക് ആണ്, അതിൽ ഡാൻസ് ആണെന്ന് വെച്ചോ, ആ ഒരു ഡാൻസിൽ നിങ്ങൾ നോക്കണമെന്ന് വെച്ചാൽ മെയിൻ ക്യാരക്ടേഴ്സും ഉണ്ട്, അതേപോലെ സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സും ഉണ്ട്. ഒരു ബൈ പ്രോഗ്രാമിൽ റെഡ് ക്യാൻഡിൽസ് സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സ് ആണ്. ഓക്കെ, അതിനകത്ത് ബൈ പ്രോഗ്രാമിലെ ഗ്രീൻ ക്യാൻഡിൽസ് ആണ് നമ്മുടെ മെയിൻ ആക്ടേഴ്സ്. സോ നിങ്ങൾ ആ രീതിയിൽ കൺസിഡർ ചെയ്താൽ മതി. സോ നമ്മളെ ബൈ പ്രോഗ്രാമില് റെഡ് ക്യാൻഡിൽസ് നമ്മളെ ഓർഡർ ബ്ലോക്സ് ആണ്. ആ ഒരു റെഡ് ക്യാൻഡിൽ നമ്മൾ ലൈക്ക് ആ റെഡ് ക്യാൻഡിൽ എപ്പോഴാണ് ഓർഡർ ബ്ലോക്ക് ആയത്? ആ ഒരു ക്യാൻഡിലിന്റെ ഹൈനെ നമ്മുടെ പ്രൈസ് ഡിസ്പ്ലേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ സൂം ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം കാണാം. നിങ്ങൾക്ക് ആ ഒരു പ്രൈസ് ആ ഒരു ക്യാൻഡിൽ ഡിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് ആ പ്രൈസ് അവിടെ റീ എൻറ്റർ ചെയ്തു. നമ്മൾ എക്സാക്ട്ലി ആ ഓർഡർ ബ്ലോക്കിന്റെ വിക്കിന്റെ അപ്പർ ക്വാഡ്രന്റിൽ വന്നിട്ടാണ് റിവേഴ്സലായി പോയിരിക്കുന്നത്. സോ ഇങ്ങനെയാണ് നിങ്ങൾ ഓർഡർ ബ്ലോക്സ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഓർഡർ ബ്ലോക്സിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. നിങ്ങൾക്ക് ഓർഡർ ബ്ലോക്സ് മനസ്സിലായി ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. നിങ്ങൾ ഈ ഇന്റർനെറ്റിൽ എനിക്ക് ഓർഡർ ബ്ലോക്കിനെ പറ്റി എന്താണ് ആൾക്കാർ പറയുന്നത് അറിയേണ്ട. ഇതാണ് എക്സാക്ട് ഓർഡർ ബ്ലോക്ക്. നിങ്ങളുടെ എൻട്രി ഓർഡർ ബ്ലോക്സ് ഇവിടാണ് വരുന്നത്. ഇതാണ് ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറിയുടെ ഫസ്റ്റ് പാർട്ട്. ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി ഒരു കൺഫർമേഷൻ ആണ്. ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി ഒരു നെസസറി ആണ് മാർക്കറ്റ് തിരിയാനായിട്ട്. ഓക്കെ ഗൈസ്, സോ ഇതാണിപ്പം. ഇതിലെന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അതേപോലെ ഇതിന്റെ കണ്ടിന്യൂഷൻ വീഡിയോസും അതേപോലെ SMTയുടെ അടുത്ത ലെവൽ ഓഫ് വീഡിയോസും ഒക്കെ ഞാൻ ഉടനെ കൊണ്ടുവരുന്നതായിരിക്കും. സോ അണ്ടിൽ ദെൻ ബി സേഫ്, ട്രേഡ് സേഫ്, ബൈ ഫോക്സ്.